നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. മുകേരി പാത്തിപ്പലം കിഴക്കേൽ ശ്രീ പോർക്കാളി ഭഗവതി ക്ഷേത്ര തിറമഹോത്സവം ഏപ്രിൽ 22, 23 തീയതികളിൽ നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തിറമഹോത്സവത്തിൽ പങ്കെടുത്തത്. മുകേരി പാത്തിപ്പാലം കിഴക്കേൽ ശ്രീ പോർക്കാളി ഭഗവതി ക്ഷേത്ര തിറമഹോത്സവം ഏപ്രിൽ 22, 23 തീയതികളിലായി നടന്നു. ഏപ്രിൽ 22 തീയതി ചൊവ്വാഴ്ച ഉച്ചക്ക് 12 മണിക്ക് കാവുണർത്തൽ കൊടിയേറ്റം, തിരുവായുധം വെച്ച് തൊഴൽ, 2 മണിക്ക് മുത്തപ്പനെ മലയിറക്കൽ, 4 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം, 6:30 ശാസ്തപ്പൻ വെള്ളാട്ടം, 7:30 കാർണവർ വെള്ളാട്ടം, 8:30 ഗുളികം വെള്ളാട്ടം, 9:30 പോർക്കാളി ഭഗവതി വെള്ളാട്ടം എന്നിവയും നടന്നു. വൈകുന്നേരം മുത്താറി പീടികയിൽ നിന്ന് ഘോഷയാത്രയും നടന്നിരുന്നു. ഏപ്രിൽ 23 ബുധനാഴ്ച പുലർച്ചെ 4 മണിക്ക് കുളികൻ തിറ, രാവിലെ 9 മണിക്ക് ശാസ്തപ്പൻ തിറ, രാവിലെ 10 മണിക്ക് കാർണവർ തിറ, 11 മണിക്ക് പോർക്കാളി ഭഗവതി തിറ എന്നിവയും ഉണ്ടായിരുന്നു. ഗുരുതി സമർപ്പണത്തോടെയാണ് തിറ മഹോത്സവം സമാപിക്കുക. ഉത്സവത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത്. എൻ കൃഷ്ണൻകുട്ടി ചെയർമാനും പ്രമോദ് അച്ചാരമ്പത്ത് കൺവീനറും വിജേഷ് ട്രഷററുമായിട്ടുള്ള ഉത്സവ ആഘോഷ കമ്മിറ്റിയും സുധൻ ചാമാളയിൽ പ്രസിഡന്റും KP ഗംഗാധരൻ സെക്രട്ടറിയും CK പത്മജൻ ട്രഷററുമായിട്ടുള്ള ക്ഷേത്ര കമ്മിറ്റിയുമാണ് ആഘോഷം നടത്തിവരുന്നത്. പാത്തിപ്പാലത്ത് കിഴക്കിൽ ശ്രീ പോർക്കാളി ഭഗവതി ക്ഷേത്ര തിറമഹോത്സവം 12 വർഷമായി വളരെ ആദരപൂർവ്വം ഭംഗിയായി നടത്തി വരികയാണ്. അതിന് ഈ പ്രദേശത്തുകാരുടെ ഒരു ചെറിയ കമ്മിറ്റി രൂപീകരിച്ച് ഒരു ചെയർമാനും കൺവീനറും എന്ന നിലയിൽ ക്ഷേത്ര കമ്മിറ്റി കൂടി യോജിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. ഇനി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ബാക്കി കിടക്കുകയാണ്. മുത്തപ്പ ക്ഷേത്രവും നാഗസ്ഥാനവും സ്ഥാപിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇതിനെ കമ്മിറ്റി. പക്ഷേ ആഘോഷ കമ്മിറ്റി എന്ന നിലയിൽ നാട്ടുകാരുടെ ഇടയിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളിൽ നിന്നും നല്ല സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പൂർവാധികം ഭംഗിയായി ശക്തിയോടെ തന്നെ ഈ ക്ഷേത്രം ഇവിടെ നിലനിർത്തിക്കൊണ്ട് അടുത്ത വർഷവും ഇതുപോലുള്ള ഉത്സവ ആഘോഷം സംഘടിപ്പിക്കും എന്നുള്ളതിൽ അതിൻ്റെ ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങളുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും ജനങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണവും ഈ കമ്മിറ്റിക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പേ നശിച്ചുപോയ ക്ഷേത്രമാണ്. നമ്മുടെ പൂർവികന്മാരാൽ നശിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എല്ലാം കൂടി നാട്ടുകാരുടെ സഹായത്തോടു കൂടി എടുത്തുകൂട്ടി നടത്തിയിട്ട് വരുന്ന 2013 മുതൽ തിറ മഹോത്സവം നല്ല നിലയിൽ ആഘോഷിച്ചു വരികയാണ്. അതിൻ്റെ ക്ഷേത്രത്തിൽ പൂർണ്ണമായ സ്ഥിതിയിൽ എല്ലാ സ്ഥാനങ്ങളും സ്ഥാപിച്ചില്ല. ഇനിയും കുറച്ച് ഭാഗങ്ങളും കൂടി പൂർത്തീകരിക്കാനാണ്. അതൊന്ന് നാഗസ്ഥാനം, മറ്റൊന്ന് പറഞ്ഞാൽ മുത്തപ്പൻ മടപ്പര ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് നാട്ടുകാരും ഈ കുടുംബങ്ങളും സഹായം കൊണ്ടാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ തന്നെ പറഞ്ഞാൽ ഭയങ്കര സാമ്പത്തിക ബാധ്യത മുന്നോട്ട് പോയിക്കൊണ്ട് ഇനിയും നാട്ടുകാർ നല്ലൊരു ഈ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല നിലയിൽ മുമ്പോട്ട് പോകാൻ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമഗ്ര ന്യൂസ്, പനൂർ.